നോമ്പുകാർ ചില മരുന്നുകൾ അത് അവരുടെ ഉദരത്തിൽ പറ്റാത്ത വിധം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ ഹൃദ്രോഗം രോഗമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നാവിന് താഴെ വെക്കുന്ന ചില ഗുളികകളുണ്ട്, മനസ്സിലായി. അതൊന്നും വയറ്റിൽ സ്വാധീനിക്കാത്ത വിധം, ഉദരത്തിൽ ചെലുത്താത്ത വിധമുള്ളതായ ട്രീറ്റ്മെന്റുകളാണ്. അതൊക്കെ നോമ്പിനെ മുറിക്കുമോ ഇല്ലേ തുടങ്ങിയതായ കുറെ ആധുനിക മസാലകളുണ്ട്. അതൊക്കെ വിശദീകരിച്ച് പറയാനുള്ള സമയമല്ല. പിന്നെ ഈ ആസ്തമ രോഗികൾ ശ്വസിക്കുന്ന അറബിയിൽ പറയും റബു എന്ന്, അത് നോമ്പിനെ മുറിക്കൂല. അതേപോലെ തന്നെ ഈ ഹൃദ്രോഗികൾ അവർ നാവിന് താഴെ വെക്കുന്നതായ ഗുളികകൾ അതൊന്നും ഉദരത്തിൽ ചെലുത്തുകയില്ല എന്നതിന്റെ പേരിൽ അത് നോമ്പിനെ നഷ്ടമാക്കൂല. അത് ആ രീതി പ്രയോഗിക്കാം എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രോപ്സുകൾ, കണ്ണിലുറ്റിക്കുന്ന ചെവിയിലുറ്റിക്കുന്ന ഡ്രോപ്സുകൾ, ഇത് നോമ്പിനെ നഷ്ടമാക്കൂല. അതിന്റെ മരുന്ന് അതിന്റെ ചൊവ്വ തൊണ്ടയിൽ അനുഭവിച്ചാലും ശരി നോമ്പിനെ നഷ്ടമാക്കൂല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോമ്പുകാരായിരിക്കെ ഈ എൻഡോസ്കോപ്പി ഒക്കെ നടത്തൂല്ലേ, അത് നോമ്പിനെ നഷ്ടപ്പെടുത്തും? നോമ്പിനെ നഷ്ടപ്പെടുത്തൂല. കാരണം എൻഡോസ്കോപ്പിയിൽ ഉദരത്തിലേക്ക് ഇറക്കുന്ന സാധനം ഭക്ഷണമല്ല, പാനീയമല്ല. പിന്നെയോ അത് ഭക്ഷണ പാനീയമല്ലാത്തൊരു ദ്രവ്യമാണ് ഉള്ളിലേക്ക് പോണത്. അതൊരിക്കലും ഭക്ഷണ പാനീയമായിട്ട് ഉദരത്തിൽ ചെലുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നതല്ലാത്തത് കാരണത്താൽ അത്തരം വസ്തുക്കൾ അതൊരിക്കലും നോമ്പിനെ നഷ്ടമാക്കൂല. അതേപോലെ തന്നെ നമ്മൾ വായിലൂടെയും മൂക്കിലൂടെയും ഇറക്കുന്നത് നോമ്പിനെ നഷ്ടപ്പെടുത്തൂല എങ്കിൽ ഇതര ശരീരത്തിന്റെ അകത്തേക്കുള്ള മറ്റു ഭാഗങ്ങളിലൂടെ ഉപയോഗിക്കുന്ന കുഴലുകളും മറ്റൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും നോമ്പിന് എന്ത് ചെയ്യൂല, നഷ്ടാക്കൂല. നോമ്പുകാരനായിട്ട് ഒരാൾക്ക് വെള്ളത്തിൽ മുങ്ങാൻ പറ്റുമോ? നമ്മളെ നാട്ടില് ഭയങ്കര ഇഷ്കാലാണ്. നോമ്പായാല് കുളത്തിലും മുങ്ങാനോ മുങ്ങി കുളിക്കാനോ ഒക്കെ പേടിയാണ്. പലരും പറയല് നോമ്പിനെ നഷ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നോമ്പുകാരനായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശരീരത്തിൽ ശീല നനച്ച് കുറച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കല്ല് തുരന്നുണ്ടാക്കിയൊരു പാത്രം ഉണ്ടായിരുന്നു. കല്ല് തുരന്നിട്ട് നമ്മൾ എന്തായാലും പറയാ ബടാഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വലിയ കലം പോലത്തെ ഒരു പാത്രം, അതിൽ വെള്ളം നിറച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കും ഇറങ്ങിയിരിക്കുമായിരുന്നു. ചൂടിന്റെ കാഠിന്യം അത് ശരീരത്തിൽ കുറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു, വെള്ളത്തിൽ മുങ്ങി. ഇതിന്റെ ഒന്നും പേരിൽ എന്താവില്ല, നോമ്പ് നഷ്ടമാകൂല എന്ന് പണ്ഡിതന്മാർ പ്രമാണബദ്ധമായി ഉണർത്ത് കാണാൻ സാധിക്കും.